ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകളിലും പോലീസിനെ വെട്ടി ധനവകുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 160 കോടി രൂപ വേണമെന്ന DGPയുടെ ആവശ്യം നിരസിച്ചിരിക്കുകയാണ് ധനവകുപ്പ്. 5 കോടി രൂപ മാത്രമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നതും. ഉത്തരവിന്റെ പകർപ്പ് എന്തായാലും ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. വാർത്ത ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. പോലീസും അതോടൊപ്പം തന്നെ ധനവകുപ്പുമായുള്ള ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ഈ ഉദാഹരണം എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. DGP ആവശ്യപ്പെട്ടത് 160 കോടി രൂപയാണ്, പക്ഷേ അനുവദിച്ചിരിക്കുന്നത് 5 കോടി മാത്രം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കാണ് രൂപ ആവശ്യപ്പെട്ടത്, പക്ഷേ അത് അനുവദിക്കാൻ ധനവകുപ്പ് തയ്യാറായിട്ടുമില്ല. രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജീവ്, വിശദാംശങ്ങൾ ആദ്യം. ഏതായാലും ധനവകുപ്പും പോലീസും തമ്മിലുള്ള പോര് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് ഈ പോലീസും ധനവകുപ്പും തമ്മിലുള്ള പോര് തുടങ്ങിയത്. ഭരണാനുമതി ഇല്ലാതെ സംസ്ഥാന പോലീസ് മേധാവി പണം ചെലവഴിക്കുന്നുവെന്നായിരുന്നു ധനവകുപ്പ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന് കാരണം നേരത്തെ സംസ്ഥാന പോലീസിന് ഇന്ധനം നിറയ്ക്കുന്നതിനുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. 200 കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. ധനവകുപ്പ് പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. 200 കോടി രൂപയെങ്കിലും ഉടൻ നൽകിയില്ലെങ്കിൽ അത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ധനവകുപ്പിൽ നിന്ന് കൃത്യമായി പണം ലഭിക്കുന്നില്ല, അത് പോലീസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആയുധങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്നും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനുശേഷമാണ് ധനവകുപ്പും പോലീസും തമ്മിലുള്ള പോര് തുടങ്ങിയത്. ഭരണാനുമതി ഇല്ലാതെയാണ് പലപ്പോഴും സംസ്ഥാന പോലീസ് മേധാവി പണം ചെലവഴിക്കുന്നത്. ഇന്ധനത്തിനുൾപ്പെടെ ഇത്തരത്തിൽ ഭരണാനുമതി ഇല്ലാതെ പണം നൽകുന്നുണ്ട്. ഇനി മുതൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു. രേഖാമൂലം തന്നെ ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. മാത്രമല്ല അടിയന്തരമായി കുടിശ്ശിക തീർക്കുന്നതിനായി 57 കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നിലവിൽ ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി. ഈ കത്ത് ആഭ്യന്തര വകുപ്പ് ധനവകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ 26 കോടി രൂപ മാത്രമാണ് നിലവിൽ ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇത് പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഈ 26 കോടി രൂപ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിലവിൽ സംസ്ഥാന പോലീസ്. ഇന്ധനത്തിന്റെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പമ്പുടമകൾ ഇനി മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി നിലവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കൂടി സംസ്ഥാന പോലീസിന് ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 160 കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തും നിലവിൽ ധനവകുപ്പിന് ആഭ്യന്തര വകുപ്പ് കൈമാറി. എന്നാൽ 160 കോടി രൂപ ചോദിച്ച സ്ഥാനത്ത് 5 കോടി രൂപ മാത്രമാണ് നിലവിൽ ആഭ്യന്തര വകുപ്പിന് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. അതായത് 160 കോടി രൂപ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടപ്പോൾ വെറും 5 കോടി രൂപ മാത്രമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ഇതും സംസ്ഥാന പോലീസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ധനവകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പോലീസും അതുപോലെ തന്നെ ധനവകുപ്പും തമ്മിലുള്ള പോര് ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുകയാണ്. അത് പോലീസിന്റെ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്. അനു, രാജീവ്, ഈ ഉദ്യോഗസ്ഥരുടെ ഈഗോ പ്രശ്നത്തിൽ വലയുന്നത് സാധാരണ ജനങ്ങളാണ്. അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസിനാണ് ഇങ്ങനെ പണം തടഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഇത് പോലീസിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുതൽ ഇന്ധന ഉടമകൾ ഇന്ധനം നൽകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പമ്പുടമകൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങൾക്ക് പലയിടത്തും ഇപ്പോൾ ഇന്ധനം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി 100 കോടിയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഇന്ധന വിതരണം സുഗമമാക്കാൻ പോലീസിന് കഴിയൂ എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പമ്പുടമകളെയും ഇതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി ആവർത്തിച്ച് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണം എത്രയും വേഗം നൽകണം. DGPക്കും ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്ത് നൽകിയെങ്കിലും യാതൊരു പ്രയോജനം
പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് ഈ ധനവകുപ്പും പോലീസും തമ്മിലുള്ള പോര് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംസ്ഥാനത്ത് പോലീസ് വാഹനങ്ങളുടെ അനധികൃത ഉപയോഗമാണ്. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അനധികൃതമായി പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനമായും ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് കാരണമായി അവർ പറയുന്നത് സംസ്ഥാനത്ത് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് സ്വന്തമായി വാഹനം ഉപയോഗിക്കാനും ആ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാനും അധികാരമുള്ളത്. പക്ഷേ ഇവിടെ CA റാങ്കിലും DYSP റാങ്കിലും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങൾ സ്വന്തം നിലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഇന്ധനം പോലും സർക്കാർ നൽകേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനമായും ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നും ധനവകുപ്പ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇന്ധന ഉപയോഗം കൂടുന്ന സാഹചര്യമുണ്ട് എന്നും നിലവിൽ ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്നാൽ സംസ്ഥാന പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസിന് നടപ്പാക്കാൻ കഴിയില്ല. കാരണം പോലീസ് വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ ധനവകുപ്പ് കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പൂർണ്ണമായും വാഹനങ്ങൾ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ധനവകുപ്പിനെ നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ധനവകുപ്പ് രേഖാമൂലം തന്നെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഭരണാനുമതിയില്ലാതെ സംസ്ഥാന പോലീസ് മേധാവി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക ഇത്രയും വർദ്ധിക്കാൻ കാരണം അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള കുടിശ്ശിക ഇനി അനുവദിക്കാൻ കഴിയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കുമ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് പോകും എന്നാണ് ഇനി അറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന പോലീസിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അനു, ശരി, രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കൂടിയും പോലീസിനെ വെട്ടിയിരിക്കുകയാണ് ധനവകുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 160 കോടി രൂപ DGP ആവശ്യപ്പെട്ടിരുന്നു. ആ സ്ഥാനത്ത് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് 5 കോടി രൂപ മാത്രം.